നമസ്കാരം. സ്വാമി അവിമുക്തേശ്വരാനന്ദ അദ്ദേഹം ശങ്കരാചാര്യരാണ്. ആ ശങ്കരാചാര്യർ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ശ്രീ നരേന്ദ്രമോദിയുടെ നിലപാടിന് വിരുദ്ധമായി എത്തിയ വാർത്തയാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങളിലും ചർച്ചകളിലുമൊക്കെ ഉള്ളത്. ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ഹിന്ദി ചാനലുകളിൽ, ഇംഗ്ലീഷ് ചാനലുകളിൽ ഇരിക്കാൻ എനിക്ക് പാനലിന്റെ ഭാഗമായ അവസരം കിട്ടി. ശങ്കരാചാര്യർ എന്ന് പറയുന്നത് ഇന്ത്യ കാണുന്ന ഹിന്ദു മതത്തിന്റെ, ഹിന്ദു ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ആചാര്യന്മാരാണ്. അപ്പൊ ശങ്കരാചാര്യരെ കോൺട്രഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതാരും ചെയ്യാറില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോഴും പ്രാണപ്രതിഷ്ഠാ ദിനത്തിലും BJP-കാരുടെ അഭിപ്രായത്തോട് വിയോജിച്ചുകൊണ്ട് 4 ശങ്കരാചാര്യന്മാരും അയോധ്യയിലെ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠയിൽ നിന്ന് വിട്ടു നിൽക്കുകയുണ്ടായി. ചിലർ താന്ത്രികമായ കാരണങ്ങൾ പറഞ്ഞു, ചിലർ വിശ്വാസപരമായ കാരണങ്ങൾ പറഞ്ഞു, ചിലർ പണി പൂർത്തിയായില്ല എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരും വിട്ടു നിൽക്കുന്ന കാരണമുണ്ടായി. അപ്പോൾ പോലും ഇത്രയും പ്രകടമായ ഒരു അഭിപ്രായ വ്യത്യാസം പറയാറുണ്ടായിരുന്നില്ല. ഇവിടെ ശങ്കരാചാര്യരുടെ പ്രാധാന്യം, നമ്മുടെ കേരളത്തിൽ നിന്ന് ആണ് ശങ്കരാചാര്യർ ഇന്ത്യയിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാകുന്നതിനേക്കാൾ പ്രാധാന്യം നോർത്ത് ഇന്ത്യയിൽ, എസ്പെഷ്യലി ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ശങ്കരാചാര്യർക്കുണ്ട്. അതായത് നമ്മുടെ റിച്വലിസ്റ്റിക് ഹെഡ്, നമ്മുടെ സ്പിരിച്വൽ ഹെഡാണ് ശങ്കരാചാര്യർ എന്നാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ പറയാറുള്ളത്. വ്യത്യസ്ത മഠങ്ങൾ, ശങ്കരൻ സ്ഥാപിച്ച പല മഠങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അതിനെ ക്ലെയിം ചെയ്യാറുണ്ടെങ്കിലും പ്രമുഖമായ 4 മഠങ്ങളാണ്. ശൃംഗേരി ശാരദാപീഠം, അത് കർണാടകത്തിലാണ്. ജ്യോതിർമഠം, അത് ഉത്തരാഖണ്ഡിലാണ്. ദ്വാരകയിലെ ശങ്കരാചാര്യരുടെ മഠം, അതേപോലെ ഗോവർദ്ധന മഠം പുരിയിലുള്ള, ഇത് 4. കൂടാതെ കാഞ്ചി, കാമകോടി അടക്കമുള്ള പലരും ശങ്കരാചാര്യരുടെ ലൈനേജിനെ ക്ലെയിം ചെയ്യാറ്. അപ്പോൾ ശങ്കരാചാര്യർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ഫിലോസഫർ, ഹിന്ദു റിഫോമർ, ഹിന്ദു സ്പിരിച്വലിസ്റ്റ് ഒക്കെയാണ്. വളരെ ചെറിയ പ്രായത്തിലെ നമ്മുടെ കേരളത്തിൽ അങ്കമാലിക്കടുത്ത് കാലടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട നമ്പൂതിരി ഇല്ലത്തിൽ ജനിച്ച ശങ്കരനാണ് 1200 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കാണുന്ന രീതിയിൽ ഹിന്ദു മതത്തെ, ഹിന്ദു ധർമ്മത്തെ കോഡിഫൈ ചെയ്യുന്നത്. ശങ്കരനെ കുറിച്ച് പറയുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറയുന്നത്, "This time God came in the form of a young Brahmin boy from the south." ഇത്തവണ ദൈവം അവതരിച്ചത് ഒരു യുവ ബ്രാഹ്മണന്റെ ബാലന്റെ രൂപത്തിലാണ്, സൗത്ത് ഇന്ത്യയിൽ നിന്ന് എന്നാണ്. ആ ശങ്കരാചാര്യർക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ബുദ്ധിസം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു 1200 വർഷം മുമ്പ് ബുദ്ധിസത്തിന്റെ ഒരു തകർച്ചയും ബുദ്ധിസത്തിന്റെ ഒരു ഡീഗ്രഡേഷനും ഒക്കെ ഉണ്ടായി. അപ്പോൾ ലോകാരാധ്യനായ, ലോകത്തിന്റെ വെളിച്ചമായ ഏഷ്യയുടെ പ്രകാശമായ ബുദ്ധഭഗവാന്റെ ധർമ്മം ക്ഷയിച്ചപ്പോൾ അതിനെ അദ്വൈതത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഹിന്ദു ഫിലോസഫിയിലേക്ക് അബ്സോർബ് ചെയ്യുകയും ആ അർത്ഥത്തിൽ ധർമ്മ പുനഃസ്ഥാപനം നടത്തിയ ആളാണ് ശ്രീ ശങ്കരാചാര്യർ. ആ ശങ്കരാചാര്യരുടെ നേരവകാശികളായ 4 മഠത്തിലെ വളരെ പ്രമുഖ മഠമായ ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യ സ്വാമികളാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി എത്തുന്നത്. അത് തീർച്ചയായിട്ടും ശ്രീ നരേന്ദ്രമോദിക്ക് ഒരു തലവേദന തന്നെയാണ്. കാരണം ശ്രീ നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ഹിന്ദു ഐക്യം അടക്കമുള്ള ആശയങ്ങൾ, RSS മുമ്പോട്ട് വെക്കുന്ന ഹിന്ദു ആശയം അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ഡയറക്റ്റ് കോൺഫ്രണ്ടേഷനിലാണ്. എനിക്ക് തോന്നുന്നില്ല RSS പോലും ശക്തമായി ശ്രീ നരേന്ദ്രമോദിയുടെ നിലപാടിനെ പിന്താങ്ങിയത്. ശ്രീ രാഹുൽ ഗാന്ധി ലോകസഭയിൽ കത്തിക്കയറിക്കൊണ്ടിരുന്നപ്പോൾ അതിനൊരു തടയിടാൻ കൂടെ വേണ്ടിയിട്ടാണ് അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി എണീറ്റ് നിന്നത്. പ്രധാനമന്ത്രി 2 തവണയാണ് ശ്രീ നരേന്ദ്രമോദി എണീറ്റ് നിൽക്കുന്നത്. ഒന്നാമത്തെ തവണ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ശ്രീ നരേന്ദ്രമോദി വളരെ സ്ട്രോങ് ആയി അദ്ദേഹത്തെയും BJP-യെയും ഒക്കെ വിമർശിച്ചപ്പോൾ ഹിന്ദുക്കൾ മുഴുവൻ വയലന്റ് ആണ് എന്ന് നിങ്ങൾ പറയരുത് എന്നൊരു ബ്ലാങ്കറ്റ് ഡിഫൻസ്, ബ്രോഡ് ഡിഫൻസ് വെക്കുകയുണ്ടായി. അതിന്റെ ശരിതെറ്റുകളൊക്കെ അതിന്റെ വിശ്വാസികൾക്കും രാഷ്ട്രീയപരമായ കാരണങ്ങളും ഒക്കെ കാണാം. പക്ഷെ ആ ഒരു ഡിഫൻസ് ശരിയല്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ഹിന്ദു വിരുദ്ധമായി ഒന്നുമില്ല എന്നുമാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. അത് സിഗ്നിഫിക്കൻ്റ് ആയ ഒരു മൂവാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ ഭൂപടത്തിൽ.